നമസ്കാരം. ഫ്രാങ്കോ ബിഷപ്പ്, പഞ്ചാബിലെ ജലന്ധറിലെ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ. ഈ പേര് മലയാളി അടുത്ത കാലത്തൊന്നും മറക്കില്ല. കാരണം അതിനു മാത്രം ഈ പേര് ഇവിടെ മാധ്യമങ്ങൾ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണം? അദ്ദേഹം ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു കുറ്റാരോപണം. അത് വലിയ കേസായി കോടതിയിലെത്തി. നമ്മുടെ എറണാകുളത്തും മറ്റുമൊക്കെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പലരും സമര പന്തൽ കെട്ടി അവിടെ ദിനമെന്നോണം പ്രമുഖരൊക്കെ വന്നിരിക്കുകയും ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു. അതിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസായ കമാൽ പാഷ പോലും ആ വേദിയിൽ പോയി, ആ സമരപ്പന്തലിൽ പോയിരുന്ന് പിന്തുണ കൊടുക്കുന്ന കാഴ്ച കണ്ടു. അതേപോലെ തന്നെ MM അക്ബറിൻ്റെ പീസ് ഫൗണ്ടേഷൻ്റെ സ്കൂളിലെ കുട്ടികൾ ഏതാണ്ട് കന്യാസ്ത്രീകൾ തലയിലിടുന്ന ആ തുണിക്ക് സമാനമായിട്ടുള്ള തട്ടവും ഇട്ടുകൊണ്ട് ഒറ്റനോട്ടത്തിൽ കന്യാസ്ത്രീകളാണ് ഇരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരും പിന്തുണ കൊടുക്കുന്ന കാഴ്ച കൊണ്ടു. പിന്നെയും കുറേ തട്ടക്കാരികൾ പലയിടത്തും, കേരളത്തിൻ്റെ പലയിടത്തും ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പുരോഹിതനെതിരെയല്ല ആരോപണം വന്നത്. അത് പഞ്ചാബിലെ ജലന്ധർ ബിഷപ്പിനെതിരെയാണ് വന്നത്. എന്തുകൊണ്ട് ജലന്ധർ ബിഷപ്പായിട്ടുള്ള ഈ ഫ്രാങ്കോയ്ക്കെതിരെ വന്നു എന്ന് തിരഞ്ഞു പോകുമ്പോഴേ മത്സരബുദ്ധിയോടെ രണ്ട് കൂട്ടർ പഞ്ചാബിൽ നടത്തിയ മതം മാറ്റത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ കേസ് ഉണ്ടായത് തന്നെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബിൽ കേരളത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വാർത്തകളിലൂടെ കാണുന്നതാണ്. അവിടുത്തെ യുവാക്കൾ മയക്കുമരുന്നിന് അടിമപ്പെടുകയും അവിടെ ഈ നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള സംഭവം നടക്കുകയും അതുവഴി മുസ്ലിമായിട്ട് മതം മാറ്റപ്പെടുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലന്ധർ ബിഷപ്പായി ഫ്രാങ്കോ അവിടെ ചെല്ലുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു കൂട്ടരുടെ രീതി അങ്ങനെയൊക്കെയാണ് എങ്കിൽ, സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും തുടങ്ങിയവയൊക്കെ കൂടിയാണ് യുവാക്കളെ വശീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ ആ രീതിയിലല്ല. അവർക്ക് മറ്റൊരു രീതിയാണ്. അവർക്ക് ബിഷപ്പ് ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള ഇതേ ഈ മിഷണറി പ്രവർത്തനം ഒരു വെല്ലുവിളിയാവുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇയാളെ പൂട്ടാനുള്ള വഴി അവർ ആലോചിച്ചത്. അങ്ങനെ വീണ് കിട്ടിയതാണ് അവർക്ക് ഈ കേസ് മറ്റും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മജ്ജയും മാംസവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോയും. അദ്ദേഹം ഒരു പുരോഹിതനായി പോയി എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു മഠത്തിലെ ഒരു കന്യാസ്ത്രീയുമായിട്ട് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു. മനുഷ്യനല്ലേ പുള്ളേ എന്ന് ചോദിക്കുന്ന പോലെ അവരോട് മെസ്സേജും മറ്റുമൊക്കെ അയക്കുമായിരുന്നു. അതിലെ ആ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ, അതായത് വാഹനത്തിൽ അദ്ദേഹം പോകുമ്പോൾ, ചക്കരെ ഉറങ്ങിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, എപ്പോഴാണ് കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കാമുകൻ്റെ മനസ്സോടെ ഒരു പക്ഷേ അദ്ദേഹം ചോദിച്ചിരിക്കാം, മെസ്സേജ് വിട്ടിരിക്കാം. ഇത്രയൊക്കെ മാത്രമേ കോടതിയുടെ മുന്നിൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവിടെ യാതൊരു ശാരീരിക ബന്ധവും നടന്നില്ല. പരമാവധി ഒരു ബിഷപ്പിന് കയ്യിലൊരു ഉമ്മ കിട്ടും. അതിൻ്റെ അപ്പുറം ആ പാപത്തിനൊന്നും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ അയാൾ ഒരു കന്യാസ്ത്രീയും പീഡിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഇത് എങ്ങനെയോ മനസ്സിലാക്കിയ ഈ ജിഹാദി കൂട്ടങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അത് കോടതിയിലെത്തി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോടതിയിൽ സ്വാഭാവികം കോടതിക്ക് മുന്നിൽ വേണ്ടത് കിംവദന്തികളോ അല്ലെങ്കിൽ പത്രവാർത്തകളോ മറ്റുമല്ല. അവർക്ക് വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കോടതിയുടെ മുൻപിൽ എത്തപ്പെട്ടു. കാരണം അദ്ദേഹം ആരോപണത്തിനാണല്ലോ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോണും മറ്റുമൊക്കെ നോക്കിയപ്പോൾ അതിന് കാലതാമസമൊക്കെ എടുക്കും. കാരണം വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള സമയം എടുത്തു. അപ്പോഴെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജ് കുട്ടികൾ അല്ലെങ്കിൽ കുമാരന്മാർ ഈ പ്രേമിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന പോലുള്ള അത്ര വലിയ ഫോട്ടോന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് എരിവും പുളിവുമുള്ള കുറച്ച് മെസ്സേജ് മറ്റും കിട്ടിയിരുന്നു. അതിനപ്പുറം അവർ തമ്മിൽ ശാരീരിക ബന്ധം നടന്നതിൻ്റെ ഒരു തെളിവും കിട്ടിയില്ല. എന്നാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇരയാക്കപ്പെട്ട എന്ന് പറയപ്പെടുന്ന ആ കന്യാസ്ത്രീയോട് അവരുടെ ഫോൺ കോടതിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ ഇരയായതിനാൽ അത് ബലമായിട്ട് വാങ്ങാനും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒടുവിൽ തെളിവുകളുടെ അഭാവത്തിൽ ഈ ചക്കരെ ഉറങ്ങിയോ അല്ലെങ്കിൽ എപ്പോഴാണ് കിടക്കുന്നത്, 100 ചുംബനങ്ങൾ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ പോലും പിടിച്ച് അകത്തിടാനുള്ള നിയമമൊന്നും ഇവിടില്ല. കാരണം അങ്ങനെ അനുവദിച്ചുകൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഒരു പീഡനത്തിൻ്റെ വകുപ്പിലേക്ക് വരുന്നത്? അതൊന്നും കോടതിയുടെ മുന്നിൽ ഒരു കുറ്റമാവില്ല. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിലാണ് അദ്ദേഹത്തെ വെറുതെ വിടുന്നത്. പക്ഷേ ഇപ്പോഴും ആ മനുഷ്യൻ എന്തോ തെറ്റ് ചെയ്തു എന്ന ധാരണയിലാണ് മലയാളികളിൽ നല്ലൊരു ശതമാനവും അദ്ദേഹത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ചില മൃദുല വികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയി എന്നത് സത്യമാണ്. അതിൻ്റെ അപ്പുറം ആ മനുഷ്യൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നടന്ന ക്യാമ്പയിൻ നിങ്ങൾ ഓർക്കുക, അതിൻ്റെ പിന്നിൽ ഈ ജിഹാദികളായിരുന്നു, സുഡാപ്പികളായിരുന്നു. നിങ്ങളൊന്നുകൂടെ പുറകോട്ട് തിരിഞ്ഞ് ആലോചിച്ചാൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ദിവസവും 2-3 മദ്രസ പീഡനങ്ങൾ നടക്കുന്ന ഈ സംസ്ഥാനത്ത്, അതിനെതിരെ ഒരാൾ പോലും തെരുവിലിറങ്ങാത്ത ഈ സംസ്ഥാനത്ത്, അങ്ങ് പഞ്ചാബിൽ ജലന്ധറിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു പീഡന വാർത്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് പിന്തുണയുമായിട്ട് ആ വേദിയിൽ ചെന്നത് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വരെ ആയിരുന്നു. ഓർക്കുക, എവിടം വരെ പോയി കിടക്കുന്നു ഈ സംഗതികൾ.
എന്തായിരുന്നു അദ്ദേഹത്തിന് മാത്രം ഇതുപോലെ ലക്ഷ്യം വെക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബിൽ ഈ ജിഹാദികൾ നടത്തിക്കൊണ്ടിരുന്ന മതം മാറ്റത്തിന് ഒരു തടയിട്ടത്. കാരണം അവർ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ കുറേ ആളുകളെ ഇപ്പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ നടന്നത്. അത് തങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി അവർ ഈ പരിപാടിയെല്ലാം ചെയ്തത്. അല്ലാതെ ആ മനുഷ്യൻ ഒരു കന്യാസ്ത്രീയെയും പീഡിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടത്തുമില്ലായിരുന്നു. കോടതിയുടെ മുന്നിൽ എത്തപ്പെട്ട തെളിവുകൾ ഇത്ര മാത്രമാണ്. ഇതൊക്കെ ഏതൊരു സാധാരണ മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. മനുഷ്യനല്ലേ പുള്ളേ എന്ന് മാത്രമേ നമുക്ക് ഫ്രാങ്കോയുടെ കേസിൽ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറം അയാൾക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള യാതൊന്നും കോടതിയുടെ മുന്നിൽ എത്തപ്പെട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ബിഷപ്പ് ഫ്രാങ്കോ എന്ന ആ വ്യക്തി പോലും ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളായിരുന്നു: പഞ്ചാബിൽ 2 മതസ്ഥർ നടത്തിയ മത്സരബുദ്ധിയോടെ നടത്തിയ മതമാറ്റ പ്രക്രിയ.